ബസ്സിലിറങ്ങി. ഇപ്പോൾ സമയം എന്തായി? ഇവരോട് 10:45 കഴിഞ്ഞതേ ഉള്ളൂ. കോടതി മുറിയിലേക്ക് ഞാൻ നേരത്തെ എത്തിയതിന്റെ കാരണം അറിയാവോ? അറിയില്ല ഇവരോട്. മൂട്ടകടിച്ചിട്ട് ചേംബറിൽ കുറച്ച് മണ്ണെണ്ണയും ഫ്ലിറ്റോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് ആ മൂട്ടയെല്ലാം ഒന്ന് നശിപ്പിക്കണം കേട്ടോ. ശരി. പിന്നെ ബാക്കി വരുന്ന മണ്ണെണ്ണ എന്റെ വീട്ടിലേക്ക് ഒന്ന് കൊടുത്തയച്ചേക്കണം കേട്ടോ. അതെന്തിനാ ഇവരോട്? അടുക്കളയിൽ ഗ്യാസ് തന്നിരിക്കുക. ശരി ഇവരോട്, ഇന്ന് തന്നെ ഞാൻ ചെയ്യാം. ഇവരോട് ക്ഷമിക്കണം. ഇന്നലെ വൈകിട്ട് നമ്മുടെ ഫർണിച്ചർ എല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോയി. അതാരുടെ ഉത്തരവ്? കടുവയെ പിടിച്ചത് ഏതോ പാലപ്പണി സംബന്ധിച്ച് PWD കോൺട്രാക്ടർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കുടിശ്ശിക കൊടുക്കാനുണ്ട്. അയാള് സബ് കോടതിയിൽ നിന്നും ജപ്തി ഉത്തരവ് വാങ്ങിക്കൊണ്ട് വന്ന് കളക്ടറേറ്റിലെ അംബാസഡർ കാറും അടുത്ത മജിസ്ട്രേറ്റ് കോടതിയിലെ ഫർണിച്ചറും ഇവിടുത്തെ ഫർണിച്ചറും ഒക്കെയാണ് ജപ്തി ചെയ്തുകൊണ്ട് പോയത്. കാലത്ത് ഇവിടെ വന്ന് കണ്ട ഞാനൊന്ന് പരിഭ്രമിച്ചു പോയി. കാരണം കോടതി കൂടുമ്പോൾ എന്തോ ചെയ്യും. പിന്നെ അടുത്തുള്ള ആ സ്വകാര്യ ഹോട്ടൽ ഉടമയെ വിളിച്ചു. പുള്ളിയെ കൺവിൻസ് ചെയ്യാൻ തന്നെ ഞാൻ പാടുപെട്ടു. പിന്നെ അവരുടെ ദാക്ഷിണ്യത്തില ഇത്രയെങ്കിലും ഫർണിച്ചർ ഇവിടെ കിടക്കുന്നത്. അത്യാവശ്യം ഫർണിച്ചറോ ഇല്ല, വക്കീലന്മാരെയും കാണുന്നില്ലല്ലോ. അവരെയും ജപ്തി ചെയ്തുകൊണ്ട് പോയോ? ശരിയാണല്ലോ. ഞാൻ എത്തിയിട്ടുണ്ട്. മണി 11 ഉള്ളൂ. അവിടെ നിന്ന് 15 നേരത്തെ ആണല്ലോ. ശരി ശരി. ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഞാൻ ഹാജരായിട്ടുണ്ട്. കക്ഷികളെല്ലാം അകത്ത് കയറിയാട്ടെ. അവിടുത്തെ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. ഹൈക്കോടതിയിലെ വക്കീലന്മാരെ ഇന്നലെ ഏതാനും ചില ഗുണ്ടകൾ പുറമേ നിന്നുകൊണ്ട് മർദ്ദിച്ചു. ആ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് ഹൈക്കോടതിയിലല്ല എല്ലാ വക്കീലന്മാരും സംസ്ഥാനത്തുള്ള എല്ലാ വക്കീലന്മാരും ഇന്ന് സമരത്തിലാണ്. അവിടെ നിന്ന് ഈ ബാക്കി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞങ്ങളും സന്ധ്യ വരെ സമരസമിതികളുടെ ആഹ്വാന പ്രകാരം സമരത്തിലാണ്. ലതാ മങ്കേഷ്കറും ഹേമന്ത് കുമാറുമാണ് പാടിയിരിക്കുന്നത്. ശരിയാണ് ശരിയാണ് യുവർ ഓണർ. നമ്മുടെ കോടതിയുടെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ അലോവ എന്നൊരു സംഘടനയുടെ ആഘോഷ പരിപാടി നടക്കുന്നുണ്ട്. അതിന്റെ ബഹളമാണ് ഈ കേൾക്കുന്നത്. എത്ര നല്ല പാട്ട്! സംഗീതത്തെ വെല്ലാൻ വേറെ ഏത് കലയാണുള്ളത്? എനിക്കിവിടെ ഇരിക്കാനേ പറ്റുന്നില്ല. അതെന്താ ഇവരോട് ഇവിടെയും മൂട്ട കടിക്കുന്നുണ്ടോ? ചേമ്പറിനെങ്ങാനും മൂട്ട കൊണ്ടുവന്നോ? അതല്ല ഞാനീ പറയുന്നത്. ഇത്ര നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ഓമനത്തൊന്നും
ചില ഓർമ്മകൾ എന്നെ തടയുന്നു. എനിക്ക് മുന്തം ചവിട്ടാൻ തോന്നുന്നു. CC നമ്പർ 2022 441 പ്രതി തെക്കേ കാലടി വിജയവിലാസത്തിൽ താമസം ജഗദമ്മ മകൾ വിജയമ്മ. ഇങ്ങോട്ട് കയറി നിന്നാട്ടെ. ഇതിൽ തൊട്ട് സത്യം ചെയ്യണം. ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. ഇതെന്തിനു സാറേ, ഞാൻ സത്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്റെ ആറ്റുകാരമ്മയെ നീച്ചു മാത്രം. ഇങ്ങനെയൊന്നും സത്യം ചെയ്യാൻ ഈ വിജയമ്മയെ കിട്ടൂല. ഇത് കോടതിയാണ്, പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ മാഡം നിങ്ങൾ ശിക്ഷിക്കും. മനസ്സിലായോ? ഇങ്ങനെയൊന്നും വിജയമ്മയെ വരട്ടാൻ നോക്കണ്ട സാറേ. ഈ ആറ്റുകാരമ്മയാണ് ഈ വിജയമ്മയ്ക്ക് എത്ര ശിക്ഷ കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവോ? നിങ്ങൾ ആറ്റുകാലമ്മയെ വെച്ച് സത്യം ചെയ്തല്ലോ. അത് മതി. പ്രോസിക്യൂട്ടർ, ഈ സ്ത്രീ എന്ത് കുറ്റമാണ് ചെയ്തതാണ്? യുവർ ഓണർ, കാലടി വേലപ്പറമ്പിൽ ജഗദമ്മ അമ്മ മകൾ ദേവകിയമ്മ. വിജയമ്മ. സോറി കടന്ന ലക്ഷണം കാണുന്നു മോദി. ചുമ്മാ ആറ്റുകാലമ്പലത്തിൽ തൊഴാൻ വന്ന ഒരു വയസ്സായ സ്ത്രീയുടെ സ്വർണ്ണമാല പറിച്ചോണ്ടോടി എന്നതാണ് ഇവരുടെ പേരിലുള്ള പോലീസ് കംപ്ലൈന്റ്. അതിനൊരു കഷണം തുണ്ടിയായി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. That's all, Your Honor. വെറുതെ കള്ളങ്ങൾ പറയുക സാറേ. ഓട്ടത്തേക്ക് തന്നെ ഒരു കഷണം മാത്രമായിട്ട് ഞാൻ എന്തിനു ബാക്കി വച്ചേക്കണം? ആറ്റുകാർ കോയിൽ ദിവസവും ഒരു നേരമെങ്കിലും അമ്മച്ചെ തൊഴാനെ കൊണ്ട് ഞാൻ പോകും. അത് മാത്രമേ ഉള്ളൂ സത്യം. ബാക്കി എല്ലാ കള്ളങ്ങള്. മോഷണ കേസിൽ പ്രതി എന്ന നിലയിൽ ഈ ഇടക്കിടക്ക് ഇവിടെ കയറി ഇറങ്ങുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഞാനെന്തിനു രഞ്ജിക്കണം? ഈ കോടതി എന്ന് പറയുന്ന സ്ഥലം എല്ലാരും ബഹുമാനിക്കുന്ന സ്ഥലമാണെന്നാ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ളൂ. അതിരിക്കട്ടെ. ആരാണ് നിങ്ങളുടെ വക്കീൽ? ഒരു വക്കീൽ മുഖേന മാത്രമേ കോടതിയിൽ ഹാജരാകാവൂ എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അതെങ്ങനെ ഒക്കും സാറേ? പണ്ടൊക്കെ ഞാൻ മോട്ടിക്കുമായിരുന്നു. അപ്പോഴൊക്കെ വല്ലോ 10 20 രൂപയൊക്കെ കൊടുത്താലെ കൊണ്ട് മക്കളെ കിട്ടുമായിരുന്നു. ഇപ്പൊ എന്തു? അയ്യോ, അത് പിന്നെ ആ സാർമാരൊക്കെ അല്ലേ ഇപ്പൊ മജിസ്ട്രേറ്റും. ഈ കേസ് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നു. CC നമ്പർ 2022 444 പ്രതി കൊടപ്പനക്കുന്ന് താമരശ്ശേരി ഇല്ലത്തിൽ കൃഷ്ണൻ നമ്പൂതിരി മകൻ ജാതവേദൻ നമ്പൂതിരി. ഇതിൽ തൊട്ട് സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറയണം. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. യുവർ ഓണർ, കള്ളച്ചാരായം വാങ്ങിയ കുറ്റത്തിന് എക്സൈസ് ഉദ്യോഗസ്ഥ കസ്റ്റഡിയിലെത്ത പ്രതിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ വീട്ടുപറമ്പിലാണ് ചാരായം വാങ്ങി നടന്നത്. ഒന്നാം പ്രതി എക്സൈസുകാരെ കണ്ട് ഓടിക്കും. കൂടുതൽ അന്വേഷണത്തിൽ
ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് തൊട്ടടുത്തുള്ള പറമ്പിൽ നിന്നാണ് ചാരായമാറ്റത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും കുഴിച്ചിട്ടത്. തൊണ്ടിയായി കസ്റ്റഡി എടുത്തിട്ടുണ്ട്. അവയിൽ ലിസ്റ്റ് എക്സൈസ് ഉദ്യോഗസ്ഥർ തയ്യാറാക്കി ഒപ്പിട്ടത് എക്സിബിറ്റ് 1 മാറ്റിയിരിക്കുന്നു. അബ്കാരി ആക്ടിലെ ചട്ടങ്ങൾ പ്രകാരം പ്രതി കുറ്റക്കാരനാണ്. തക്കതായ ശിക്ഷ ഈ കോടതിയിൽ നിന്ന് ഉറപ്പാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിഭാഗം വക്കാലത്ത് ആർക്കാണ്? ബഹുമാനപ്പെട്ട കോടതി ക്ഷമിക്കണേ. ഈ കേസ് ഇന്ന് പോസ്റ്റ് ചെയ്തിരുന്നാലാണ് നമ്മെ ഇവിടെ ഹാജരാക്കിയിരിക്കുന്നത്. നോം ഇവിടെ വന്നപ്പോൾ നമ്മുടെ വക്കീൽ ഏതോ ഒരു മിന്നൽ ധർണയ്ക്ക് പോയി. ഇന്ന് വരില്ല. എനിക്ക് കോടതിയിൽ വാദിക്കാൻ വക്കീൽ വേണ്ട. നോം ദയവായി സ്വന്തമായി വാദിക്കാൻ അങ്ങ് അനുവദിച്ചാലും. നമ്മുടെ അപ്പൻ തിരുമേനി പേര് കേട്ട ഒരു ക്രിമിനൽ വക്കീലാണ്. എങ്കിലും മറ്റൊരു വക്കീലിനെ ഈ കേസ് ഏൽപ്പിക്കുന്നത് നിങ്ങൾക്ക് തടസ്സം വല്ലതുണ്ടോ? ഇന്ന് ഹാജരാകാത്ത വക്കീലിന് നോം ഒരു നല്ല സംഖ്യ ഫീസായി കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു വക്കീലിന് കൊടുക്കാൻ പണവും ഇല്ലേ? പ്രതിയായി ഹാജരാക്കപ്പെട്ട ഈ നമ്പൂതിരി പറഞ്ഞ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. ഇദ്ദേഹം സ്വയം കേസ് വാദിക്കുന്നതിൽ തെറ്റില്ല എന്ന് കാണുന്നു. ഇക്കാര്യത്തിൽ പ്രോസിക്യൂട്ടർ അഭിപ്രായം എന്താണ്? യുവർ ഓണർ, ഞാൻ ചില ചോദ്യങ്ങൾ ഇദ്ദേഹത്തോട് ചോദിക്കും. തിരുമേനി, എന്റെ ചോദ്യങ്ങളോട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇത് ഇത്തിരി പ്രയാസമാണ്. ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാം. അങ്ങ് അതിന് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രം ഉത്തരം തന്നാൽ മതി. എന്താണ്? പറഞ്ഞോ. അങ്ങേക്ക് വീട്ടിലെ വേലക്കാരത്തിയുമായിട്ടൊരു രഹസ്യ ആയിരുന്നല്ലോ. അതിപ്പോഴും തുടരുന്നുണ്ടോ? ആവോ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ പറച്ചിൽ തൊണ്ടി സാധനങ്ങൾ കണ്ടെടുത്തു എന്ന് പറയുന്നത് ശരിയല്ലേ? അത് ശരിയാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് ആരോ കൊണ്ടുവന്ന് ഒഴിച്ചിട്ട സാധനങ്ങൾ കണ്ടെടുത്തതാണ്. നോം അന്തസ്സായി ജീവിക്കുന്ന ഒരു നമ്പൂതിരിയാണ്. കണ്ടവനെ കണ്ടില്ലെങ്കിൽ കിട്ടിയവനെ പിടികൂടുന്ന കാലമാണല്ലോ സാർ. വക്കാലത്തിനോ ആരും ഹാജരായിട്ടില്ല. അതിന് കടന്ന് സംസാരവും നടത്തുന്നു. കിട്ടിയ തെളിവ് പ്രകാരം നിങ്ങൾ ശിക്ഷാർഹനാണ്. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു വസ്തുത കൂടി ബോധിപ്പിക്കാൻ നമ്മെ അനുവദിച്ചാലും. എന്താണെന്ന് പറയൂ.